ഗായ്സ്, അങ്ങനെ ഡിസംബർ 25 തണുപ്പുള്ള ഒരു രാവിലെ പോകുന്ന പോക്കാണിത്. എന്തിനു വേണ്ടി? മോർണിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി. നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എന്തോ വാങ്ങിച്ച ഡ്രസ്സാണിത്. നല്ലതല്ലേ? ഞാൻ ഇപ്പോഴും അത് ഉപയോഗിച്ചു. ഇത്തവണത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. അങ്ങനെ രാവിലെ വാർഡിലെത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം പറഞ്ഞത്. ഞങ്ങളുടെ ഉണ്ണീശോ ഞങ്ങളുടെ പുൽക്കൂട്ടിൽ ജനിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ, എന്നെപ്പോലെ കഴിവുള്ള ഒരാൾ വേണ്ടി വന്നു ഞങ്ങളുടെ ഉണ്ണീശോനെ ഒന്ന് പുൽക്കൂട്ടിൽ വെക്കാൻ. കാരണം മറന്നു പോയതാണ് ഗൈസ് അവർ. അങ്ങനെ ഞങ്ങളുടെ ഉണ്ണീശോയും പുൽക്കൂടും ഞങ്ങളുടെ വാർഡും ഒക്കെ കണ്ട. ഞങ്ങളുടെ വാർഡ് ഇത്ര ഭംഗിയായിട്ട് കിടക്കാൻ വേറെ ആരുമല്ല, കാരണം ഞങ്ങളുടെ സൂപ്പർവൈസർ അശ്വതി സിസ്റ്ററാണ്. ആൾക്ക് ഇങ്ങനെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം രാവിലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൈസ്റ്റാൻഡർ അപ്പച്ചൻ, അതായത് ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ അപ്പച്ചൻ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ ഒരു ക്യാരറ്റ് പുഡിംഗ് കേക്ക് തരുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ എല്ലാവർക്കും ക്രിസ്മസ് മാത്രമല്ല ആഘോഷിക്കാനുള്ളത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വർഷവും ക്രിസ്മസിനോടൊപ്പം ഞങ്ങളുടെ പപ്പയുടെയും മമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആഘോഷിക്കാനുള്ളത്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയില്ല, എൻ്റെ കേക്ക് പാർട്ട്ണർ എന്ന് വെച്ചാൽ എൻ്റെ എൽസമോളാണ്. പിന്നെയും ഞാൻ അവളുടെ അടുത്തുനിന്ന് കേക്ക് വാങ്ങിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേക്ക് അത്രമേൽ അടിപൊളിയാണ് ഗൈസ്. പ്രീമിയം സാധനങ്ങൾ വെച്ച് നല്ല ക്വാളിറ്റി കേക്കാണ് അവൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് നമ്പർ പറഞ്ഞാൽ മതി. ഇത്തവണത്തെ കേക്കും അടിപൊളിയായിരുന്നു. ചോക്ലേറ്റ് കേക്കായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ചാണ്. അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പം കേക്ക് കഴിച്ചു, സന്തോഷമായിട്ടിരുന്നപ്പോൾ വേറെ ട്വിസ്റ്റ്. ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഇതാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യയുടെ പരിപാടിയായിരുന്നു ഡിസംബർ 25 കടങ്ങാമ്പറമ്പ് ഉത്സവത്തിനുണ്ടായിരുന്നത്. 2.5-3 മണിക്കൂർ എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല. അത്രമേൽ നല്ല പരിപാടിയായിരുന്നു. കേട്ടിരുന്ന് പോയി, കണ്ടിരുന്ന് പോയി. ഫോക്ക് വൈബ്സിൻ്റെ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും നമ്മുടെ മഹാദേവനും മഹേശ്വരും ബിനിച്ചേട്ടനും മധുവണ്ണനും ഒക്കെ ഉണ്ടായിരുന്ന പരിപാടിയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. ഇവരുടെ ട്രൂപ്പിൽ ഓരോരുത്തരുടെയും വോയിസ് യുണീക്ക് വോയിസാണ്. ഞാൻ അവിടെ ചെന്ന് അവരുടെ അടുക്ക കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവർ പ്രസൻറ്റ് ചെയ്ത രീതി, ആ ദൃശ്യാവിഷ്കാരം ആണെങ്കിലും അല്ലെങ്കിൽ ഈ പാടുന്നവർ തന്നെ ചിരിച്ച് കളിച്ച് പാടണതും ഒക്കെ കാണാൻ നല്ല നല്ല ഭംഗിയായിരുന്നു. നിങ്ങൾ അഥവാ ഈ ഒരു പരിപാടി പോയി കാണുകയാണെങ്കിൽ നിങ്ങളുടെ 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഒരിക്കലും വേസ്റ്റ് ആവില്ല. നല്ല പരിപാടിയാണ്. അതേപോലെ ഇവരുടെ പരിപാടി ബുക്ക് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അത്രമേൽ നല്ലൊരു പരിപാടിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അത്രയും മനസ്സ് നിറഞ്ഞു. ഞാൻ ഇവരുടെയും ആട്ടത്തിൻ്റെ ഒക്കെ പരിപാടി അടുത്ത് എവിടെയെങ്കിലും വന്നാൽ മിസ്സാക്കാത്ത ഒരാളാണ്. അങ്ങനെ അത്രമേൽ സന്തോഷത്തിൽ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ബ്രോസ്റ്റഡും ഒരു റോളും കഴിച്ച് ഞങ്ങൾ രണ്ടിനും വിശപ്പടക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.